സംസ്ഥാനത്തെ മുസ്ലിം സഹോദരങ്ങൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. സാധാരണ നിലയിൽ നമുക്കറിയാം ഇത്തരം വിശേഷ ദിവസങ്ങളിലെല്ലാം തന്നെ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും പ്രാധാന്യത്തോടെ നൽകുന്നത് ഈ പെരുന്നാൾ ആഘോഷത്തിനാണ്. പക്ഷേ മലയാളികളുടെ ഒരു പൊതു സ്വഭാവം എന്നത് അവർ ലോകത്ത് തന്നെ ഏറ്റവും അധികം രാഷ്ട്രീയ സാക്ഷരതയുള്ള സമൂഹം ആണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആഘോഷവേളകളിൽ ഉൾപ്പെടെ സജീവമായി രാഷ്ട്രീയം പറയുന്നവർ ആണ് നമ്മൾ. ഇപ്പോൾ ഈ ചെറിയ പെരുന്നാൾ ദിനത്തിലും അങ്ങനെ രാഷ്ട്രീയം പറയുന്ന ഒരു സാഹചര്യമുണ്ട്. സാധാരണ ഈദ്ഗാഹുകളിൽ നിന്ന് എല്ലാം തന്നെ ഈ പെരുന്നാൾ സന്ദേശം എന്ന നിലയിൽ പരസ്പര സാഹോദര്യത്തെക്കുറിച്ച്, സഹവർത്തിത്വത്തെക്കുറിച്ച്, ത്യാഗത്തെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കാറ്. എങ്കിൽ ഇന്ന് ഈ ഈദ്ഗാഹുകളിൽ നിന്ന് നൽകിയ സന്ദേശങ്ങളിലെല്ലാം ഒരു വിഷയം പ്രധാനപ്പെട്ടതായി ഉയർന്നു വന്നിരുന്നു. അത് മറ്റൊന്നുമല്ല, കേരള സ്റ്റോറി എന്ന സിനിമയാണ്. എന്തുകൊണ്ടാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. കേരള സ്റ്റോറി എന്ന ചിത്രത്തിന്റെ പ്രമേയം എന്നത് പ്രണയചതിയെക്കുറിച്ചാണ്. അത് പ്രണയചതി എന്ന് മാത്രം നമുക്ക് വിവരിക്കാനാവില്ല, മറിച്ച് പ്രണയത്തിലൂടെ മതം മാറ്റം പോലെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്ന തരത്തിലുള്ള പ്രമേയമാണ് ഈ കേരള സ്റ്റോറി പറയുന്നത്. എന്നാൽ അത് കേരളത്തെ താറടിക്കുന്ന ചിത്രമാണ് എന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ, രാഷ്ട്രീയ പാർട്ടികളെല്ലാം വിലയിരുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലായിരുന്നു ക്രിസ്തീയ സഭകൾ ഈ ചിത്രം പ്രദർശിപ്പിച്ചത്. അത് കുട്ടികൾക്കിടയിൽ പ്രദർശിപ്പിച്ചു, കുടുംബ യോഗങ്ങൾക്കിടയിലും പ്രദർശിപ്പിച്ചിരുന്നു. അതിനിടയിലാണ് പെരുന്നാൾ കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഈ സന്ദേശങ്ങളിൽ എല്ലാം തന്നെ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ടായിരുന്നു. എന്തുകൊണ്ട് തെരയിളക്കം ഇന്ന് ഇങ്ങനെയൊരു വാർത്തയിൽ തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ, കേരളം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ സാക്ഷരത ഏറെയുള്ള ജനങ്ങളാണ് മലയാളികൾ എന്ന് പറയുമ്പോൾ തന്നെ രാഷ്ട്രീയത്തെയും മതത്തെയും കൂട്ടിച്ചേർക്കരുത് എന്ന് രാഷ്ട്രീയ നേതാക്കൾ തന്നെ പറയാറുണ്ട്. പക്ഷേ അതല്ല യാഥാർത്ഥ്യം എന്ന് നമുക്കെല്ലാം അറിയാം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ നേതാക്കൾ ഈ മത സാമുദായിക നേതാക്കളെ എല്ലാം നേരിട്ട് പോയി കാണുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവരുടെ കൂടി അഭിപ്രായങ്ങളൊക്കെ ആരാഞ്ഞ ശേഷമാണ് പലയിടത്തും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാറ്. ഏത് ജാതി വിഭാഗത്തിനാണോ സ്വാധീനം ഉള്ളത്, ആ സ്വാധീന മേഖലകളിൽ ആ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ ആണ് മത്സര രംഗത്തേക്ക് എത്താറുള്ളത്. അതുകൊണ്ട് തന്നെ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് മത സാമുദായിക നേതാക്കൾ എന്താണ് പറയുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തിരയിളക്കത്തിൽ ആദ്യം അതുമായി ബന്ധപ്പെട്ട് ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഈ ഈദ്ഗാഹുകളിൽ അടക്കം നൽകിയ സന്ദേശം എന്തായിരുന്നു എന്ന റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. സംസ്ഥാനത്ത് ഈദ് നമസ്കാര വേദികളിലും കേരള സ്റ്റോറി തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. തിരുവനന്തപുരത്ത് പാളയ ഇമാം ഷുഹൈബ് മൗലവിയാണ് പ്രധാനമായും ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നത്. കേരളത്തിന്റെ മതസൗഹാർദ്ദം തകർക്കുന്ന നിലപാടിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണം, കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി അല്ല എന്ന വിമർശനമാണ് സുഹൈബ് മൗലവി പാളയത്ത് ഉന്നയിച്ചത്. സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമെല്ലാം അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമാണ് കേരളത്തിൽ വീണ്ടും ചർച്ചയാവുന്ന കേരള സ്റ്റോറി എന്ന് പറയുന്നത്. ഒരു വട്ടം ചർച്ച ചെയ്തതാണ്, വീണ്ടും ആ ചർച്ച ഉയർന്നു വന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പൂർണ്ണമായും വസ്തുതാവിരുദ്ധമായ കാര്യമാണ് ഇത്തരം സിനിമകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതും വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. നാം കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കയ്യിലെ ഉപകരണമായി മാറാൻ പാടില്ല. നമുക്കിടയിൽ ഹെയ്റ്റ് പരത്തുന്ന ഒരാവിഷ്കാരവും കലയല്ല. അകറ്റുന്നതാവരുത് കല. പരസ്പരം മടുപ്പിക്കുന്നതും പരസ്പരം സൗഹൃദത്തോടുകൂടി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നതുമാവണം കല എന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ക്രൈസ്തവ മുസ്ലിം വിശ്വാസികൾ സഹവർത്തിത്തോടെ പെരുമാറുന്ന നാടാണ് കേരളം. അതാണ് കേരളത്തിന്റെ റിയൽ സ്റ്റോറി എന്ന പരാമർശമാണ് ഹുസൈൻ മടവൂർ നടത്തിയത്. നമ്മൾ ദുഃഖത്തിലും സന്തോഷത്തിലും നമ്മൾ ഒന്നാണ്. കേരളത്തിന്റെ ഹിസ്റ്ററി അതാണ്, റിയൽ ഹിസ്റ്ററി. അത് മറച്ചു വെച്ചുകൊണ്ട് എവിടെയെങ്കിലും ആരെങ്കിലും പ്രണയത്തിൽ പെട്ടിട്ടുണ്ട് അല്ലെ, അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇന്റലിജൻസ് വിഭാഗം നൽകിയ റിപ്പോർട്ട് എന്താണെന്നറിയോ? There is love but no jihad എന്നാണ്. അത് ലവ് ജിഹാദ് എന്നൊരു സാധനം ഉണ്ടാക്കിയെടുത്തു. There is love, അത് ശരിയാണ്. അത് ജാതിയും മതവും ഭാഷയൊന്നും നോക്കാതെ, വൻകര പോലും നോക്കാതെ പ്രേമം നടക്കുന്നുണ്ട്. അത് ഓരോരുത്തരും കരുതിക്കൊള്ളുക. ഏതെങ്കിലും കെണി ചെന്ന് ചാടുന്നത് അതൊരു സാമുദായിക വിഷയമല്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. പക്ഷെ there is no jihad. അതിന്റെ പേരിൽ ഒരു ജിഹാദൊന്നുമില്ല ഇവിടെ. ആരും അതിന് പ്രവർത്തിക്കുന്നില്ല, അതിനാവശ്യവുമില്ല. അങ്ങനെ മതത്തിലേക്ക് ആളുകൾ വരേണ്ടതുമില്ല. ഇതും യഥാർത്ഥത്തിലൂടെ നമ്മുടെ ഹിസ്റ്ററി രേഖപ്പെടുത്തുന്നതിന് ആവശ്യമാണ്. ഏതായാലും കേരള രാഷ്ട്രീയ സമൂഹം ഭൂരിപക്ഷവും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലെ വലിയൊരു വിഭാഗവും ചർച്ച ചെയ്ത് കേരളത്തിന്റെ
റിയൽ സ്റ്റോറി അല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കേരള സ്റ്റോറി വീണ്ടും കേരളത്തിൽ ചർച്ചയാവുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല പൊതുസമൂഹത്തിലും സാമുദായിക വിഭാഗങ്ങൾക്കിടയിലുമൊക്കെ വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ്. ദൂരദർശൻ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തോടു കൂടിയാണ് കേരള സ്റ്റോറിയുടെ രണ്ടാം എപ്പിസോഡ് കേരളത്തിൽ ആരംഭിച്ചത്. അതിനെ എതിർത്ത് ഇടതുപക്ഷവും UDFും രംഗത്ത് വന്നു. അതിനെ അനുകൂലിച്ച് BJP രംഗത്ത് വന്നു. അതിനുശേഷം ഇടുക്കി രൂപതയും താമരശ്ശേരി രൂപതയും ഒക്കെ ഇത് പ്രദർശിപ്പിക്കാൻ മുൻകൈയെടുത്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് വന്നതോടുകൂടിയാണ് വീണ്ടും കേരള സ്റ്റോറി ചർച്ചയാകുന്നത്. തെരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും BJP ഉൾപ്പെടെ സംഘടനകൾ എന്തിനെ ഇതിനെ എതിർക്കുന്നു എന്ന ചോദ്യമാണ് വലതു മുന്നണികളോട് ഉന്നയിക്കുന്നത്. ഇത് പ്രദർശിപ്പിക്കണം, ഇതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്ന അഭിപ്രായപ്പെടുന്ന ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുമുണ്ട്. അവരിലും ഭിന്നതയുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യമായി തന്നെ കേരള സ്റ്റോറി വരും ദിവസങ്ങളിലും കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായും പ്രചരണ വിഷയമായും മാറുമെന്ന് ഉറപ്പാണ്.